വിവിധ തൊഴിലാളി സംഘടനകൾ നടത്തുന്ന 24 മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്കിൽ സംസ്ഥാനത്ത് പലയിടത്തും സംഘർഷം. സ്വാഭാവികം. തുറന്നു പ്രവർത്തിച്ച സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളും കടകളും സമരക്കാർ അടപ്പിച്ചു. RDPയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഒച്ചയും ബഹളവും ഇപ്പൊ ഉണ്ടാക്കിയേ പറ്റൂ. കോഴിക്കോട് സ്കൂൾ അടപ്പിച്ച് ഗേറ്റിൽ കൊടികുത്തി, വാഹനങ്ങൾ പരക്കെ തടഞ്ഞു. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. കൽപ്പറ്റ ചുങ്കത്ത് ലോറി തടഞ്ഞതിനെ തുടർന്ന് ലോറി ഡ്രൈവറും സമരക്കാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. എന്ത് പറ്റി? ആൾക്ക് പഴയ പോലെ പേടില്ലാണ്ടായോ? എന്തുവാ എന്താ വേണ്ടേ? നീ പേടിക്കണം. അത്രേ ഉള്ളോ? ഇത്രേ മതിയോ? ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ നിങ്ങളോട് എന്തേ പറഞ്ഞു? ചലക്കേണ്ടത് നിങ്ങൾക്ക് മാത്രം ചലിച്ചാൽ മതിയോ? അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആൺകുട്ടിയെ കണ്ടു. അത് നിങ്ങൾക്ക് മാത്രം ചലിച്ചാൽ മതിയോ? ഞാനൊന്നും വേണ്ടിയില്ലല്ലോ. ഞാൻ നിങ്ങളൊന്നും വേണ്ടിയില്ലല്ലോ. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? പിന്നെ ഒന്ന് തെറി പറയാ അവരാരാണ്? തെറി പറയാ എന്നെ തെറി പറയാ അവരാരാണ്? ഞാൻ അവരൊന്നും പറഞ്ഞില്ലല്ലോ. തൊഴിലാളിന് തെറി പറയാൻ പറ്റോ? തൊഴിലാളിനെ തെറി പറയാൻ പറ്റോ? മിസ്റ്റർ ഭരണകക്ഷിയാണ്, നിങ്ങൾ ഇതിൽ ദുഃഖിക്കേണ്ടി വരും. അല്ല, തൊഴിലാളിനെ തെറി പറയാൻ പറ്റോ? ചേട്ടാ, വെള്ളം ഇട്ടിട്ട് കാര്യമില്ല. തൊഴിലാളി പണി കൊടുക്കാന്ന് നിങ്ങളിവിടെ കടയിൽ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. ഇത് ഇന്നലെ രാവിലെ മുതൽ എല്ലാവർക്കും അറിയാം ഇന്ന് ബന്ധാണെന്ന്. അപ്പൊ അത് തന്റെ ഇടത്തിന്റെ പുറത്ത് കാണിച്ചതാ. അപ്പൊ സ്വല്പം തന്റെ ഇടം കഴിഞ്ഞിട്ടേ വിടുന്നുള്ളൂ. ഒന്ന് കരഞ്ഞൂടെ നിനക്ക്? ആരും കാണാതെ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് പോകാനുള്ള അനുവാദം കൊടുക്കണം. അത് തൊഴിലുള്ള അനുവാദം കൊടുക്കണോ വേണ്ടത് ഞങ്ങളിവിടെ തീരുമാനിക്കട്ടെ. ഞങ്ങൾ വേലും കൊണ്ടുവിടെ നിൽക്കുന്നത്. സംഭവിച്ച എന്താ ഇവിടെ തർക്കം? അല്ല, ഞാനവര് കൈ കാണിച്ച് നിർത്തി. അപ്പൊ ഒരാൾ വന്ന് തെറി പറഞ്ഞു. അപ്പൊ തെറി പറയേണ്ട ആവശ്യമില്ലല്ലോ. അതല്ലല്ലോ മര്യാദ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ.